മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി എം.ആർ. അജിത് കുമാർ എന്നിവർക്കെതിരെയുള്ള പരാതി കൈമാറാൻ പി.വി. അൻവർ എം.എൽ.എ കെ.ജി. സെന്ററിലെത്തി. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനാണ് പരാതി നൽകുക. അതെല്ലാം ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ കണ്ടതിന് ശേഷം ഞാൻ വിശദീകരിക്കും. നമ്മൾ സംസാരിക്കുന്നുണ്ടോ? അവിടെ കാണാം നമുക്ക്. ശരി. ഗോപാൽ സനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, എന്തായാലും ആ പാർട്ടിക്ക് പരാതി നൽകാനായി പി.വി. അൻവർ എത്തിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്? ജിൽസി, അല്പസമയം മുൻപാണ് ഈ പി.വി. അൻവർ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ കാണാൻ വേണ്ടി എ.കെ. സെന്റർ സമീപത്തുള്ള ചിന്ത ഫ്ളാറ്റിലേക്ക് എത്തിയത്. എം.എൽ.എ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഈ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടതിന് ശേഷം, പരാതി നൽകിയതിനു ശേഷം കൂടുതൽ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതായിരുന്നു അദ്ദേഹം തന്ന ഉറപ്പ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപുള്ള പി.വി. അൻവറും ശേഷമുള്ള പി.വി. അൻവറും രണ്ട് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായ വലിയ മാറ്റം ഒരു എന്താ പറയുക, വെടി നിർത്തലിലേക്ക് അല്ലെങ്കിൽ അൻവർ അടങ്ങുന്നു എന്ന തരത്തിലേക്ക് ഉള്ള ഒരു സൂചനയായിരുന്നു നൽകിയത്. എന്നാൽ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അൻവറിൻ്റെ ഇപ്പോഴത്തെ ഒരു നീക്കം. ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അതേ പകർപ്പ് തന്നെ ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും അദ്ദേഹം നൽകും. ഇന്നലെ എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള നടപടിയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ താൻ കൃത്യമായി തന്നെ അഡ്രസ് ചെയ്തതെങ്കിൽ ഇന്ന് സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള പി ശശിക്കെതിരെയുള്ള നടപടി എന്ന നിലയ്ക്കാകും സംസ്ഥാന സെക്രട്ടറിക്ക് മുൻപിൽ പി.വി. അൻവർ ആവശ്യം ഉന്നയിക്കുക. ഈ കഴിഞ്ഞ കാലങ്ങളിലായി ഉയർന്നു വന്ന വിവിധ വിവാദങ്ങളെല്ലാം ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പി.വി. അൻവർ പി ശശി ഹൈജാക്ക് ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി വിശദമായ അന്വേഷണവും സമഗ്രമായ അന്വേഷണം ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിൽ സംഘടനാ തലത്തിലും അത്തരത്തിലുള്ള നടപടി ആവശ്യമുണ്ട് എന്ന തരത്തിലേക്കുള്ള ആവശ്യം ശക്തമായി തന്നെ പി.വി. അൻവർ സംസ്ഥാന സെക്രട്ടറിക്ക് മുൻപിൽ വയ്ക്കും. അതിനുശേഷം ഈ വരുന്ന ദിവസങ്ങളിലുള്ള എല്ലാ നടപടിക്രമങ്ങളും ഏറെ പ്രധാനം തന്നെയാണ്. കാരണം CPM സമ്മേളനങ്ങൾക്ക് തുടക്കമിട്ട കാലയളവാണ്. സമ്മേളനത്തിന് തുടക്കമിട്ട അതേ ദിവസം തന്നെ വലിയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് പി.വി. അൻവർ പൊട്ടിച്ചത്. അതിനുശേഷം ഉണ്ടായ ദിവസങ്ങൾ, തുടർച്ചയായി ഉണ്ടായ ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ എന്ന തരത്തിലേക്കായിരുന്നു പി.വി. അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് സംസ്ഥാനത്ത് പാർട്ടിക്കുള്ളിലും പുറത്തും സർക്കാരിനുള്ളിലും എല്ലാം തന്നെ വലിയ തരത്തിലേക്കുള്ള ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും കാരണമായി. പി ശശിയുടെ നേതൃത്വത്തിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നു, എം.ആർ. അജിത് കുമാർ അടക്കമുള്ളവർ ഉൾപ്പെട്ടൊരു വലിയ ലോബി പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വെളിപ്പെടുത്തൽ. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ന് ഈ പരാതിയിൽ രേഖപ്പെടുത്തി. ആ പരാതി അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വെള്ളിയാഴ്ച ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ ആ യോഗത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതേ യോഗം തന്നെ അത് ചർച്ചയ്ക്കെടുക്കുകയും അൻവറിനെതിരായ ശശിക്കെതിരായ നടപടി ആലോചിക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ആ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്യും. കാരണം ഈ അൻവറിന് പിന്നിൽ, പി.വി. അൻവറിന് പിന്നിൽ CPMൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ചില പ്രധാനികളാണ് എന്നും അവരുടെ പിന്തുണയോടുകൂടിയും അവരുടെ ആശീർവാദത്തോടും കൂടിയാണ് അൻവർ ഇത്തരത്തിലേക്കുള്ളൊരു കടന്ന കൈ പ്രയോഗത്തിലേക്ക് കടന്നതെന്നുമാണ് പ്രധാനമായും ഉണ്ടായി വരുന്ന വിലയിരുത്തലുകൾ. ആ വിലയിരുത്തലുകളെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ശരീരഭാഷയും അത്തരത്തിലേക്കുള്ളൊരു പ്രതികരണവുമായിരുന്നു ഇന്നലെ അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതും. എന്തായാലും ഏതാനും സമയത്തിനകം പി.വി. അൻവർ പരാതി നൽകി പുറത്തേക്ക് വരും. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നടപടി എന്താണ്, നീക്കം എന്താണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.